ഹായ് നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇൻസ്റ്റാമാർട്ട് ഓടാൻ ഇറങ്ങിയപ്പോൾ നമ്മൾ കുറേ നാൾ സ്വിഗ്ഗി ആയിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റാമാർട്ടൊക്കെ നമ്മൾ കയറി അത്യാവശ്യം ഏണിങ്സ് ഉണ്ട്. ഇപ്പം ഓർഡർ തീരെ മടുപ്പാണ്, എന്നാലും ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കൊണ്ട് തുടങ്ങട്ടെ. അപ്പോൾ ഇന്ന് എത്ര രൂപ ഇൻസ്റ്റാമാർട്ടിൽ ഓടുമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അടുത്ത ഓർഡർ അടിക്കട്ടെ. കാണാം. അഞ്ച് മണിക്കൂർ 40 മിനിറ്റ് 352 രൂപ 11 ഓർഡറും. പുതിയതായിട്ട് കയറുന്നവന്മാരൊക്കെ ഇത് കണ്ടിട്ടൊന്ന് കയറിയാൽ നല്ലതാണ്. ഒന്നും കിട്ടത്തില്ല. ഇതിലും 2000 കിട്ടും. ഇതിപ്പം അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ടോ? അടുത്ത ഓർഡർ എന്തായാലും അങ്ങോട്ട് ചെല്ലട്ടെ. ഓ, പന്നി കിടക്കുന്നുണ്ടോ? പന്നി ആ തറക്കാൻ വേണ്ടിയുള്ള. അപ്പോൾ ഇന്ന് നമ്മൾ മൊത്തം ഓടിയിട്ട് എന്നാ കിട്ടിയുള്ളത് കണ്ടോണം. എല്ലാവരും പറയും നമ്മൾ ഓടിയ ആന കിട്ടും, ചേന കിട്ടും എന്നൊക്കെ പറയും. ഒന്നും കിട്ടത്തില്ല. ഏണിങ്സ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇത് കണ്ടോ, 6 മണിക്കൂർ 6.5 മണിക്കൂർ നമ്മൾ ഓടിയിട്ട് നമുക്ക് കിട്ടുന്ന ഇത് കണ്ടോ. ഇത് കാണാൻ പറ്റുമെന്ന് തോന്നില്ല. 6.5 മണിക്കൂർ ഓടിയിട്ട് കിട്ടിയതാണ് 436 രൂപ. 436 രൂപയാണ് നമ്മൾ 6.5 ദിവസം ഒരു ദിവസം നമ്മൾ കഷ്ടപ്പെട്ടാൽ കിട്ടുന്നതാണ് 436 രൂപ. 12 ഓർഡർ ഇന്ന് ഞാൻ മടിച്ചിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതാണ് പരിപാടി. 10 മണിക്കൂർ ചെയ്തിട്ട് കിട്ടിയത് 855. 14.5 മണിക്കൂർ ഓടിയിട്ട് കിട്ടിയതാണ് 1000 രൂപ. 12.5 മണിക്കൂറിന് 1289. ഒരു ദിവസം 4.25 മണിക്കൂർ തിങ്കളാഴ്ച ഓടി 375 രൂപ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഒരാഴ്ചത്തെ ഏണിങ്സാണ് ഇത് കണ്ടോ. 7007. അതിന് മുന്നലത്തെ ആഴ്ച 6320. അതിന് മുന്നിലത്തെ 7742. അങ്ങനെയാണ് നമ്മുടെ ഏണിങ്സ് പോകുന്നത് തന്നെ. അപ്പം നിലവിൽ നമുക്ക് ഓർഡർ മടുപ്പാണ്, ഓർഡർ ഇല്ല. ഇൻസ്റ്റാമാർട്ടിലെ കാര്യം എല്ലാം ഇൻസ്റ്റാമാർട്ടാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മെച്ചമെന്ന് തോന്നുന്നു. ബാക്കി എന്തിനും നമുക്ക് ഓർഡർ ഇല്ല. ഈ ഓർഡർ ഇല്ലായ്ക മാത്രമല്ല, ഈ സ്റ്റോറുകളിൽ ഇൻസ്റ്റാമാർട്ടിലെ പല സ്റ്റോറുകളും ഞാൻ പലയിടത്താണ്. ഇപ്പം ഞങ്ങളുടെ സ്റ്റോറിൽ തന്നെ ആയാലും കുടിവെള്ള പ്രശ്നം ഭയങ്കരമാണ്. കുടിവെള്ളം നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. കുടിവെള്ളം കിട്ടുന്നില്ല. എന്നുവെച്ചാൽ നമുക്ക് സമയത്ത് കുടിവെള്ളം കിട്ടുകയില്ല. അതായത് അവിടെ ഒരു ക്യാനുണ്ട്. ക്യാനിനകത്ത് നിറച്ച് വെക്കലാണ് വെള്ളം നമുക്ക് കിട്ടുന്നത്. എല്ലാ സ്റ്റോറിലും ഉള്ള ഇത് നമ്മൾ ഈ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ടിട്ട് നമുക്ക് കുടിക്കാൻ വെള്ളമില്ല. പിന്നെ അവർ നമ്മളെ ഒരു എന്താ പറയുക, ഒരു അടിമകളെ പോലെയാണ് നമ്മളെ തൊഴിലാളികളാണെന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഇവിടുത്തെ പാർട്ട്നേഴ്സാണ്. അതായത് സ്വിഗ്ഗിയുടെ നമ്മൾ വലിയ പാർട്ട്നേഴ്സാണ്, കിഴങ്ങാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇല്ലേ, ഞാൻ ഇത് പറയാൻ കാരണം ഈ ഏണിങ്സൊക്കെ കാണുന്ന വെച്ചാൽ ഇപ്പോൾ പുതിയ പിള്ളേർ. അപ്പോൾ ഇതൊരു തൊഴിലായിട്ട് എടുക്കുന്ന ആൾക്കാർ കുറവാണ്. എല്ലാം ചെറിയ പാർട്ട് ടൈം അങ്ങനെയുള്ള വകുപ്പിൽ ഇറങ്ങുന്ന ആൾക്കാരാണ് കൂടുതലും. പാർട്ട് ടൈംകാരാണ് കൂടുതലും വരുന്നത്. ഇപ്പോൾ പാർട്ട് ടൈം എന്താ പറയണ്ട 3, 4, 5 മണിക്കൂർ 10-500 ഉണ്ടായിക്കൊണ്ട് പോവുക എന്നുള്ള ലക്ഷ്യത്തോടെ ഇറങ്ങുന്നവരാണ് കൂടുതലും. ഇതൊരു ജോലിയായിട്ട് ഇറങ്ങുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവർക്ക് ഈ പുതിയതായിട്ട് വരുന്നവർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ പുതിയ ആൾക്കാർക്ക് വരുന്ന DMG എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. അതായത് അവർക്ക് മിനിമം ഗ്യാരൻറ്റിയും ആ മിനിമം ഗ്യാരൻറ്റിയിൽ 1800 രൂപ വരെ കിട്ടും. അവർക്ക് 10-20 ഓർഡർ എടുത്താൽ മതി. പക്ഷേ റെഗുലറായിട്ട് ഓടുന്നവന് 36 ഓർഡർ എടുക്കണം. അവന് 1000 രൂപ എത്ര മതി. അതായത് വെളുപ്പിനെ ഞങ്ങൾ 5:30 ആകുമ്പോൾ ഞങ്ങൾ ആ സ്റ്റോറിൽ കയറിയ രാത്രി 8:30-9 മണി വരെ ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് 1000 രൂപ കിട്ടുന്നത്. അത് ഇൻസ്റ്റൻറ്റ് ഉൾപ്പെടെ ഒരു 1200-1300 വരെ കിട്ടും.
അതിൻ്റെ ഫുൾ ഇൻസെൻറ്റീവ് അടിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന എമൗണ്ട് കിട്ടത്തുള്ളൂ. 1600 1700 കിട്ടത്തുള്ളൂ. നമ്മൾ ഒരു ദിവസത്തിൻ്റെ 3/4 ഭാഗവും നമ്മളൊരു ജോലിയിലേക്ക് പോകും. വേറൊരു ജോലിയിൽ വലിയ ഇത്ര ഈ ഡെലിവറി ബോയ്സിനെ എല്ലാവരും ഒരുമാതിരി പുച്ഛിച്ചാണ് കാണുന്നത്. പുച്ഛിച്ച് എന്താ വെച്ചാൽ അതുപോലെ പുച്ഛം. ഒരു ഫ്ലാറ്റിൽ ചെന്നാൽ സെക്യൂരിറ്റിക്ക് പുച്ഛം, നമ്മൾ സ്റ്റോറിൽ ചെന്നാൽ സ്റ്റോറിനകത്തിരിക്കുന്ന കുറേ കുണ്ണേശ്വരന്മാരുണ്ട്, അവർക്ക് പുച്ഛം. നമ്മുടെ സ്റ്റോറിനൊരു FM എന്നും പറഞ്ഞൊരു തസ്തികയിൽ ഒരാളുണ്ട്, അയാൾക്ക് അതിലും പുച്ഛം. ഇതിന് മാത്രം പുച്ഛിക്കുക ഞങ്ങൾ ആരാ? നമ്മൾ ഇപ്പം ഈ ഡെലിവറി ബോയ്സ് ഇരിക്കുന്ന എല്ലാവരുടെയും അവസ്ഥയാണിത്. ഇതിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചുമ്മാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ അവസ്ഥ. നാളത്തെ വീഡിയോയിൽ നമുക്ക് ഓടുന്ന ഓർഡറിൻ്റെ ഏണിങ്സ്, ഓരോ ഓർഡറിന് എത്ര രൂപ വെച്ചടിക്കുന്നുണ്ട്, ഒരു ദിവസം എത്ര ഓർഡർ അടിക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ എല്ലാം കൊണ്ടൊരു വീഡിയോ നാളെ ചെയ്ത് അപ്ലോഡ് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോ എടുത്തിട്ട്, ഇനിയിപ്പം നമ്മുടെ ബാക്കി പരിപാടികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പഴയ പോലെ തന്നെ ചാരിറ്റി പരിപാടിയെല്ലാം മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ പോകാനാണ് താല്പര്യം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. പുതിയതായിട്ട് ഡെലിവറി ബോയ്സ് ആയിട്ട് ഇറങ്ങുന്ന പിള്ളേർ, ഇതിപ്പോൾ പറയാൻ കാരണം വെച്ചാൽ ഇപ്പം സ്കൂൾ അടച്ചു കഴിയുമ്പോൾ ഇഷ്ടംപോലെ പിള്ളേരാണ്. അവരിറങ്ങുമ്പം അത് മറ്റുള്ള തൊഴിൽ ഇറങ്ങുന്നവർ രാവിലെ കണ്ടിന്യൂ ഓടുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം ഇറങ്ങാൻ. എന്നുവെച്ചാൽ നിങ്ങൾക്ക് 10 200 300 കിട്ടിയാൽ മതി. പക്ഷേ ഒരു കുടുംബം നോക്കി ഇറങ്ങുന്നവന് അവനൊരു 1500 ഒരു ദിവസം കിട്ടിയില്ലേ മുതലാവില്ല. എന്നുവെച്ചാൽ പെട്രോളി ചിലവ് കാര്യങ്ങളെല്ലാം നമുക്ക് ആഹാരം ഇതുമെല്ലാം കൂടെ നമുക്ക് ഒരു ദിവസം 10 600 രൂപയ്ക്കകത്ത് നമുക്ക് തന്നെ ചിലവ് വരും. ഒരാൾക്ക് അവിടെ ചിലവ് വരുന്നുണ്ട്. ഞങ്ങളുടെ സ്റ്റോറിൽ തന്നെ ആയാലും രാവിലെ 20 രൂപ ഹഫ്താ പിരിവുണ്ട്. അത് ഞങ്ങളെല്ലാം കൂടെ ഷെയർ ഇട്ട് വട മേടിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അങ്ങനെയുള്ള സ്റ്റോറിൻ്റെ കാര്യങ്ങളൊക്കെ നാളെ അടുത്ത വീഡിയോയിൽ നമ്മൾ സ്റ്റോറിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക. കാരണം ഇതിലൊരു മാറ്റം ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഒരു ധാരണയില്ല. മാറ്റം ഉണ്ടാവുകയില്ല. ഇപ്പം ഞങ്ങളങ്ങ് മാറുക. ഞങ്ങളിപ്പോൾ അതിലേക്ക് പൊരുത്തപ്പെട്ടു പോയി. പുതിയ ആൾക്കാർ വരുന്നവരിലേക്ക് നമുക്ക് ഇത് ബുദ്ധിമുട്ടാണ്. അവർ പരമാവധി ഫുഡിലേക്ക് പോകാൻ എന്ന് ഞാൻ നിർബന്ധിക്കത്തുള്ളൂ. ഇൻസ്റ്റാമാർട്ട് അത്തമ്മനെ മര്യാദയ്ക്ക് ഫുഡിൽ ഓടിക്കൊണ്ടിരുന്ന ഇൻസ്റ്റാമാർട്ടിൽ കിഴങ്ങാന്നും പറഞ്ഞ് തേങ്ങ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെന്നിട്ട് തേങ്ങ പോയിട്ട് ചേർത്ത പോലും കിട്ടുന്നില്ല. ഇപ്പോൾ അവിടുന്ന് ആ ഒരവസ്ഥയായി. ഫുഡിൽ മര്യാദയ്ക്ക് 1800 രൂപ ഡെയിലി ഓടിക്കൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഇൻസ്റ്റാമാർട്ടിൽ കയറിയിട്ട് 1000 രൂപ ഒരു കൊടുത്തില്ല. അതാണ് അവസ്ഥ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ നാളെ മുതൽ നമുക്ക് ഡെലിവറി നമ്മുടെ കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ വീഡിയോകളൊക്കെ നാളെ മുതലുണ്ട്. പിന്നെ പുതിയ നമ്മുടെ ചാരിറ്റി പരിപാടി, നമ്മൾ ആഹാരം കൊടുക്കുന്ന പരിപാടികളെ ആഴ്ചയിലൊരു ദിവസം ഞങ്ങൾ ആഹാരം കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ കൂടെ കുറച്ച് പേര് നിൽക്കാനുണ്ട്. പഴയ പോലെ ആൾക്കാർ ഇപ്പോഴും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ടാണ്. നമ്മൾ ഇനിയും മുന്നോട്ട് പോകും. നമ്മൾ മുന്നോട്ട് പോയിട്ട് ഇനിയിപ്പോൾ ചാനലൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. കുറേ നാൾ ചാനലൊക്കെ എടുപ്പിച്ച് ഡൗൺ ആയിപ്പോയി. അപ്പോൾ പിന്നെ ട്രെൻഡിങ് കയറ്റണം. മേഡിക്കേറ്റിയിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല, തന്നെ കടന്ന് കുടിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ